നമുക്ക് രാവിലത്തെ പൂരിയുടെ കൂടെ കഴിക്കാൻ ഒരു മസാലക്കറി വെക്കാം. ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത നല്ലൊരു മസാലക്കറി. അതിനായി എണ്ണ ചൂടാവുമ്പോൾ തക്കാളിക്ക അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞതും സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വഴറ്റണം. സവാളയൊന്ന് വഴന്ന് വരുമ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും വെജിറ്റബിൾ മസാലയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ് ചേർത്ത് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കഷ്ണങ്ങൾ വേവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഒരിക്കൽ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ മസാലക്കറി കേട്ടോ. ഇടയ്ക്കേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന തക്കാളിക്ക നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി അത് ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം മല്ലിയില ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ സെലറി ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ചേർത്തിരിക്കുന്നത്. സർവ്വസുഗന്ധിയുടെ ഇല ചേർത്താൽ കുറച്ചുകൂടി ഒരു മസാല മണമൊക്കെ കിട്ടും. ഞാൻ അതും ചേർത്തിട്ടുണ്ട്. ഗരം മസാലയില്ലേ, ആ ഒരു മണമാണ് സർവ്വസുഗന്ധിയുടെ ഇലയ്ക്ക്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ. ഇല ഉണക്കി വേണമെങ്കിൽ സൂക്ഷിക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കടുക് താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. രുചികരമായിട്ടുള്ള മസാലക്കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരും. ബൈ.